അടുത്ത ബാബ്, ബാബു ഫദ്ലി ദുഅഫത്തിൽ മുസ്ലിമീന വൽ ഫുഖറാഇ വൽ ഖാമിലീൻ. മുസ്ലിമീങ്ങളിൽപ്പെട്ട ദുർബലരുടെയും ഫുഖറാക്കളുടെ ദരിദ്രന്മാരുടെയും ഖാമിലിയങ്ങളായിട്ടുള്ള അപ്രശസ്തരായിട്ടുള്ള ആളുകളുടെയും മഹത്വം. സുബ്ഹാനല്ലാഹ്. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം ഈ കിതാബിൽ ഇതുപോലുള്ള ധാരാളം ബാബുകൾ കൊടുത്തിട്ടുണ്ട്. ഈമാനുള്ള ആളുകളുടെ മഹത്വം, അതുപോലെ തന്നെ അതിൽ വിട്ടുപോകാൻ സാധ്യതയുള്ള എന്നാൽ യഥാർത്ഥത്തിൽ കൂടുതൽ മഹത്വമുള്ള ദഈഫായിട്ടുള്ള ആളുകളുടെ മഹത്വം, ദുർബലരായിട്ടുള്ള ആളുകളുടെ മഹത്വം. ഈ വിഷയം ഒരു പ്രത്യേക അധ്യായമായിട്ട് തന്നെ അദ്ദേഹം കൊടുത്തിരിക്കുകയാണ്. നവവി റഹിമഹുല്ലാ അറിയപ്പെട്ടതാണ്. അദ്ദേഹം ഒരു ജാഹിദായിരുന്നു. അദ്ദേഹം ദുനിയാവിൽ യാതൊരു താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഈ കിതാബ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ കിതാബിലെ ബാബുകൾ വായിച്ചാൽ മനസ്സിലാകും. ഒരു ബാബ് തന്നെ ഫദ്ലു ദഅഫത്തിൽ മുസ്ലിമീൻ, ദുഅഫാക്കളുടെ ദുർബലന്മാരുടെ ഫദ്ല് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ബാബ് കൊടുത്തിരിക്കുകയാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശീ. രാവിലെയും വൈകുന്നേരവും അഥവാ ഫജ്റും അസ്റും നമസ്കാരമാണെന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്, മുഫസ്സിരീങ്ങളുണ്ട്. യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശീ, ഫജ്റിനും അസ്റിനും അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും പൊതുവായി ദുആ ചെയ്യുന്ന, നമസ്കരിക്കുന്ന, ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകളുടെ കൂടെ നിന്റെ നഫ്സിനെ നീ പിടിച്ചു കെട്ടുക. യുരീദൂന വജ്ഹഹു, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് അവർ അത് ചെയ്യുന്നത്. വലാ തഅദു ഐനാക അൻഹും, അവരെ വിട്ട് നിന്റെ കണ്ണ് തെറ്റിപ്പോകരുത്. ഇതിന്റെ ബാക്കി എന്താണ്? തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ അലങ്കാരം ആഗ്രഹിച്ചുകൊണ്ട്. അപ്പോൾ ദരിദ്രരായ ദുനിയാവിന്റെ അലങ്കാരം ഇല്ലാത്ത ആബിദ്യങ്ങളായ ആളുകളെ കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത്. അല്ലെങ്കിൽ തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ എന്ന് പറയേണ്ട കാര്യമില്ല. ഈ ആളുകളെ വിട്ടിട്ട് ദുനിയാവിന് വേണ്ടി നീ തെറ്റിപ്പോകരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മിസ്കീന്മാരായ എന്നാൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. وعن حارثة بن وهب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم. حارثة بن وهب എന്ന് പറയുന്ന ഹാരിസത്തു ബിനു വഹ്ബിൻ എന്ന് പറയുന്ന സ്വഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിഅഹ്ലിൽ ജന്ന, സ്വർഗ്ഗാവകാശികൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സുബ്ഹാനല്ലാഹ്, വലിയൊരു ചോദ്യമാണ് വിശ്വാസം ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ ഇരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്കുള്ള ആളുകളുണ്ടാകും. അള്ളാഹു എല്ലാവരെയും അങ്ങനെ ആക്കട്ടെ. അപ്പോൾ ആരാണ് സ്വർഗ്ഗാവകാശികളെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? കുല്ലു ദഈഫിൻ മുതദഅഫ്, കുല്ലു ദഈഫിൻ മുതദഅഫ്, ദുർബലരും ദുർബലരാക്കപ്പെട്ടവരും. ദുർബലരെന്ന് പറഞ്ഞാൽ സ്വന്തം ദുർബലനാണ്, ദരിദ്രനായിരിക്കും, അല്ലെങ്കിൽ വിനയം കൊണ്ട് ദഈഫായി നടക്കുന്നവനായിരിക്കും. മുതദഅഫ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അടിച്ചമർത്തുന്ന ഒരാൾ, അവന്റെ എന്തെങ്കിലും കുറവുകൾ കൊണ്ട് ആളുകൾ മാറ്റി നിർത്തുന്ന ആളുകൾ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അവൻ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്താൽ അള്ളാഹു അവന്റെ ആ സത്യം നടപ്പിലാക്കി കൊടുക്കും. എന്നാൽ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകൾ ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു നടപ്പിലാക്കി കൊടുക്കും. സലഫുകളുടെ ജീവിതത്തിൽ ഇത് കാണാം. ചില ആളുകൾ യുദ്ധത്തിനൊക്കെ പുറപ്പെടുമ്പോൾ കഫൻ പുടവ അണിഞ്ഞിട്ട് കഫൻ ചെയ്യാനുള്ള വസ്ത്രം ശരീരത്തിൽ ചുറ്റിയിട്ട് വല്ലാഹി ഞാൻ ഷഹീദാകും എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ട ആൾക്കാരുണ്ട്. എന്നിട്ട് ആ യുദ്ധത്തിൽ അവർ ഷഹീദായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വല്ലാഹി എന്ന് പറഞ്ഞ് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു നടപ്പിലാക്കി കൊടുക്കും. അപ്പോൾ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവരുടെ രണ്ട് പ്രത്യേകതകളാണ്. ഒന്ന്, അവർ ദരിദ്രരായിരിക്കും. സമ്പത്തുള്ള ആളുകളിലും സ്വാലിഹ്യങ്ങൾ ഉണ്ടാകും, പക്ഷെ ഇങ്ങനൊരു കൂട്ടരുണ്ടാകും, ദരിദ്രരായിരിക്കുകയും അതുപോലെ അവർ സത്യം ചെയ്താൽ അള്ളാഹു അത് നടപ്പിലാക്കുകയും ചെയ്യും. അങ്ങനെ അള്ളാഹുവിനോട് അടുത്ത ദുർബലരായ ഒരു കൂട്ടം ആളുകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. അലാ ഉഖ്ബിറുക്കും ബി അഹ്ലിൻ നാർ, ഇനി നരകാവകാശികളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? കുല്ലു ഉതുല്ലിൻ ജവാദിൻ മുസ്തക്ബിർ, ഉതുല്ലും ജവാദും മുസ്തക്ബിറുമായിട്ടുള്ള ആൾ. ഉതുൽ എന്ന് പറഞ്ഞാൽ അൽ ഖലീദുൽ ജാഫി, പരുഷ പ്രകൃതമുള്ള ആൾ. ആരെങ്കിലും എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് തിരിച്ച് രണ്ടെണ്ണം പറയുന്ന ആൾ, അങ്ങനെയുള്ള ആൾ. ചിലർ അതൊരു അഭിമാനമായിട്ട് എടുക്കും. ഞാൻ ആരുടെ മുമ്പിലും തലകുനിക്കുന്ന ആളല്ല, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സുഹൃത്തുക്കളൊന്നുമില്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ആരും എന്നോട് അടുക്കാറില്ല. അത് വലിയൊരു, ഞാൻ നരകത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. നഊദു ബില്ലാഹ്. അത് അഭിമാനിക്കേണ്ട കാര്യമല്ല. പരുഷ പ്രകൃതം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കാറില്ല. ഞാൻ എൻ്റെ വാപ്പ പറഞ്ഞാൽ പോലും ഞാൻ തോറ്റു കൊടുക്കുന്ന ആളല്ല എന്നൊക്കെ പറയും. അതിൻ്റെ അർത്ഥം എന്താ? ഇവൻ്റെ കാര്യം കഷ്ടമാണെന്നാണ് എൻ്റെ അർത്ഥം. കുല്ലു ഉതുല്ലിൻ. ജവ്വാദ് എന്ന് പറഞ്ഞാൽ എന്താ? ജവ്വാദ് എന്നുള്ള വാക്കിന് 2-3 മാനകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അൽ ജമൂ ഉൽ മനൂ, സമ്പാദിച്ചിട്ട് ചെലവഴിക്കാതിരിക്കുക, പണം പിശുക്കി വെക്കുക. രണ്ടാമത്തേത് അല്ലാഹുൽ മുഖ്താലു ഫീ മശ്യത്തിഹി, നല്ല തടി ഉണ്ട്, പിന്നെ അഹങ്കാരത്തോടുകൂടി നടന്നു പോകും. കാരണം എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ അഭിമാനിച്ചിട്ട് നടന്നു പോകുന്ന ഒരാൾ. അതുപോലെ തന്നെ അൽ ഖസീറുൽ ബത്തീൻ, വയറ് നല്ല ചാടിയിട്ടുള്ള, ഉയരമില്ലാത്ത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തിന്ന് നടക്കുന്ന ഒരാൾ എന്നുള്ള അർത്ഥം അങ്ങനെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാക്കിലും പാരുഷ്യം, അതുപോലെ തന്നെ നടത്തത്തിൽ അഹങ്കാരം, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, അതുപോലെ മുസ്തക്ബിർ അഹങ്കാരിയായിട്ടുള്ള ആൾ, ഇവരാണ് നരകത്തിൽ. അപ്പൊ ഈ സിഫാത്തുകൾ നമ്മിലുണ്ടോ? അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ദഈഫുൻ മുതഅഫ്, ദുർബലപ്പെടുത്തുന്ന ആളുകൾ, അവഗണിക്കുന്ന ആളാണോ? അങ്ങനെയുള്ള ആളുകളോട് നമ്മുടെ നിലപാടെന്താണ്? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കണം. അടുത്ത ഹദീസ് عن أبي عباس سهل بن سعد الساعدي رضي الله عنه قال مر رجل على النبي صلى الله عليه وسلم فقال لرجل عنده جالس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുകൂടി ഒരാൾ നടന്നുപോയി. അപ്പോൾ അടുത്തിരിക്കുന്ന ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ റഅയുക ഫി ഹാദാ, ഇവനെ പറ്റി എന്താണ് അഭിപ്രായം? അപ്പോൾ അയാളെ പറ്റി ഫഖാല, അദ്ദേഹം പറഞ്ഞു, റജുലുൻ മിൻ അഷ്റാഫിൻ നാസ്, വളരെ അറിയപ്പെട്ട പ്രമാണിമാരിൽപ്പെട്ട ഒരാളാണ്. ഹാദാ വല്ലാഹി ഹരിയുൻ ഇൻ ഖതബ അൻ യുൻകഹ്, ഇവൻ വിവാഹം അന്വേഷിച്ചാൽ കെട്ടിച്ചു കൊടുക്കാൻ പറ്റിയ ആളാണ്. വൈൻ ശഫഅ അൻ യുശഫഅ, എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടൊരു ശുപാർശ പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും. ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു. ثم مر رجل آخر, അടുത്ത് വേറൊരാൾ നടന്നുപോയി. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ പോലെ ചോദിച്ചു, മാ റഅയുക ഫി ഹാദാ, ഇവനെ പറ്റി എന്താണ് അഭിപ്രായം? ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹാദാ റജുലുൻ മിൻ ഫുഖറാഇൽ മുസ്ലിമീൻ, ഇതൊരു ഫഖീറാണ്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ദരിദ്രന്മാരിൽപ്പെട്ട ഒരാളാണ്. ഹാദാ ഹരിയുൻ ഇൻ ഖതബ അല്ലാ യുൻകഹ്, ഇവൻ വിവാഹം അന്വേഷിച്ചാൽ അവന് കല്യാണം നടക്കാൻ പോകുന്നില്ല. വൈൻ ശഫഅ അല്ലാ യുശഫഅ, ഇവൻ എന്തെങ്കിലും ശുപാർശ പറഞ്ഞാൽ അത് തള്ളപ്പെടാനാണ് സാധ്യത. വൈൻ ഖാല, ഇവൻ എന്തെങ്കിലും സംസാരിച്ചാൽ അല്ലാ യുസ്മഅ ലി ഖൗലിഹി, അവന്റെ സംസാരം ആരും കേൾക്കാൻ പോകുന്നില്ല. അല്ലെ, ചില ചർച്ചകളിലൊക്കെ എന്ത് ചെയ്യും, കൂട്ടത്തിൽ പാവപ്പെട്ട ഒരാൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവന്റെ സംസാരം ചിലപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇവർ വേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിൽ കാര്യമില്ല, അതെന്തായാലും കുഴപ്പമില്ല എന്നുള്ള നിലപാടായിരിക്കും അങ്ങനെയുള്ള ആൾ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാദാ ഖൈറും മിൻ മിൽഇൽ അർളി മിസ്ല ഹാദാ, ഈ രണ്ടാമത് പോയവൻ ആദ്യം പോയവനെ പോലെയുള്ള ആളുകൾ ഭൂമി നിറച്ച് നിരന്നാലും അവരെക്കാൾ മെച്ചം ഇവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇതായിരിക്കണം നമ്മുടെ മാനദണ്ഡം. ഇവിടെ എന്താണ് കാരണം എന്നുള്ളത് വ്യക്തമാണ്, പറഞ്ഞിട്ടില്ലെങ്കിലും എന്താണ്? ദീനാണ്. രണ്ടാമത് പോയ ആൾക്ക് ദീനുണ്ട്. ഫഖറാഉൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾപ്പെട്ട ഒരു ഫക്കീറാണ്. ആദ്യം പോയ ആൾ നല്ല പണക്കാരനാണ്, ദീനില്ലാത്ത ആളാണ്. അപ്പോൾ തമസ്സുക്കുള്ള, സുന്നത്ത് പിന്തുടരുന്ന, ഇബാദത്തുള്ള സ്വാലിഹ്യങ്ങളായ ഒരു മുസ്ലിം എന്ന് പറയുന്നത് അവൻ എത്ര ദരിദ്രനാണെങ്കിലും അവനൊരു ഫضലുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തെക്കുറിച്ച് ഇമാം ഷാഫിഈ അദ്ദേഹത്തിന്റെ ഉസ്താദാണ്. ഇമാം ഷാഫിഈ പറഞ്ഞത്, അഹ്മദു ഇമാമുൻ ഫി സബ്അ അല്ലെങ്കിൽ സമാനിയ, അഹ്മദ് 7 കാര്യത്തിൽ അല്ലെങ്കിൽ 8 കാര്യത്തിൽ ഇമാമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് എണ്ണി പറഞ്ഞു, തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്, ഇങ്ങനെ ഓരോ ഇൽമുകൾ എണ്ണി പറഞ്ഞു. അവസാനം പറഞ്ഞു വൽ ഫഖർ, ദാരിദ്ര്യത്തിന്റെ കാര്യത്തിലും ഒരു ഇമാമാണ് അദ്ദേഹം എന്ന് പറയുകയുണ്ടായി. അപ്പോ ദാരിദ്ര്യം എന്നുള്ളത് മുൻഗാമികൾ ഒരു മോശമായിട്ട് കണ്ടിരുന്നില്ല. ദാരിദ്ര്യം എന്ന് പറയുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർക്കൊരു ചർച്ചയുണ്ട്, ആരാണ് അഫ്ളൽ, അൽ ഗനിയു ഷാക്കിർ ആണോ അതല്ല അൽ ഫഖീറു സാബിർ, നന്ദിയുള്ള സമ്പന്നനാണോ അതല്ല ക്ഷമയുള്ള ഒരു ദരിദ്രനാണോ അഫ്ളൽ എന്നുള്ളതിനെ കുറിച്ച് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതാണ് അഫ്ളൽ? ചില പണ്ഡിതന്മാര് നന്ദിയുള്ള സമ്പന്നനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലര് ദരിദ്രനായ ക്ഷമയുള്ള ദരിദ്രനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു കുറച്ചിലല്ല, ഹറാമുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കാത്തിടത്തോളം കാലം സ്വബറുള്ള ഒരു ദരിദ്രൻ എന്ന് പറയുന്നത് അത് ഫضലുള്ള ഒരാളാണ്. അതിവിടെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താണ്? ആ ഫضല് ചിലപ്പോൾ ആളുകൾ ശ്രദ്ധിക്കാതിരിക്കും. സമ്പന്നനായ ഒരാള്, നന്ദിയുള്ള ഒരു സമ്പന്നൻ, അവന്റെ ഫضൽ ആരും അവഗണിക്കൂല, അതെല്ലാവരും എടുത്തു പറയും. ഡോക്ടർ സാഹിബ്, എഞ്ചിനീയർ സാഹിബ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറച്ചിലേറെ ചെയ്യുള്ളൂ, കുറയാൻ പോകുന്നില്ല. പക്ഷെ ദരിദ്രന്റെ ഫضൽ എന്ത് ചെയ്യും? ആൾക്കാര് വേണ്ടത്ര പരിഗണിക്കണമെന്നില്ല. ഇസ്ലാമിൽ 2 കൂട്ടർക്കും സ്ഥാനമുണ്ട്. അതിലേതാണ് കൂടുതൽ സ്ഥാനം എന്നുള്ളതിൽ ഞാനൊന്ന് അഭിപ്രായം പറയുന്നില്ല, കാരണം പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയുള്ള ഒരു വിഷയമാണ്. പക്ഷേ ഈ ഹദീസിൽ ഫക്കീറിന്റെ കാര്യം മാത്രം പറയാൻ കാരണം എന്താ? മറ്റവന്റെ കാര്യം എല്ലാവരും അംഗീകരിക്കും, എന്നാൽ മിസ്കീന്റെ കാര്യം ചിലപ്പോൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എടുത്ത് പറഞ്ഞത്. وعن أبي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم قال احتجت الجنة والنار, സ്വർഗവും നരകവും തമ്മിൽ ഒരു തർക്കമുണ്ടായി. ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ഹഖീഖത്താണ്. സ്വർഗം, നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഭവനം, അല്ലാഹു നമ്മെ അങ്ങോട്ട് എത്തിക്കട്ടെ. ഈ സ്വർഗവും നരകവും തമ്മിൽ തർക്കമുണ്ടായി. ഫഖാലത്തിൻ നാർ, നരകം പറഞ്ഞു, ഫീയൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, എന്റെ അടുത്താണ് അഹങ്കാരികളും അതുപോലെ ധിക്കാരികളും ഉള്ളത്. വലിയ വലിയ രാജാക്കന്മാര്, അക്രമികളായ രാജാക്കന്മാര്, താകൂത്തുകൾ, അവരൊക്കെ ഇങ്ങോട്ടാണ് വരാനുള്ളത്. വഖാലത്തിൽ ജന്നത്തു, സ്വർഗം പറഞ്ഞു, ഫീയ ദുഅഫാഉൻ നാസി വമസാകീനുഹും, എന്റെ അടുത്താണ് ദുർബലരുള്ളത്, മിസ്കീന്മാരുള്ളത്. അപ്പോൾ സ്വർഗത്തിന്റെ ഒരു അഭിമാനമാണ്, സ്വർഗം അഭിമാനമായിട്ട് പറയാം, ദരിദ്രന്മാരായിട്ടുള്ള മിസ്കീന്മാരായിട്ടുള്ള മുഅ്മിനീങ്ങൾ വരാനുള്ളത് എൻ്റെ അടുത്തേക്കാണ് എന്നുള്ളത്. അപ്പൊ അവരുടെ ഫضൽ എത്രയാണ്?
അതെന്ന് മനസ്സിലാക്കാം. ഫഖദല്ലാഹു ബൈനഹുമ, അപ്പോൾ അള്ളാഹു അവർക്കിടയിൽ തീരുമാനം പറഞ്ഞു. ഇന്നകിൽ ജന്നത്തു റഹ്മതി, നീ എന്റെ അനുഗ്രഹമാകുന്ന റഹ്മത്താകുന്ന സ്വർഗമാണ്. അർഹമു ബികി മൻ അശാ, ഞാൻ ഉദ്ദേശിക്കുന്നവരെ നിന്നെ കൊണ്ട് ഞാൻ നീയാകുന്ന കരുണ ഞാൻ അവർക്ക് ചെയ്യും. വഇന്നകിന്നാറു അദാബി ഉഅദ്ദിബു ബികി മൻ അശാ, നീ നരകം എന്റെ ശിക്ഷയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നവരെ നിന്നെ കൊണ്ട് ശിക്ഷിക്കും. വലികിലൈകുമ അലയ്യ മിൽഉഹ, നിങ്ങൾ രണ്ടുപേരും നിറയുന്നതാണ്. നമുക്കറിയാം നരകത്തില് പിന്നെ 1999 ആൾക്കാർ നരകത്തിലായിരിക്കും. അത് പോരാഞ്ഞിട്ട് ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിക്കും. ഹത്താ യദഅൽ ജബ്ബാറു ഫീഹ ഖദമഹു, അള്ളാഹു തന്റെ പാദം ആ നരകത്തിൽ വെക്കുന്നത് വരെ. അപ്പൊ നരകം ഖത്ത് എന്ന് പറയും. അതുപോലെ സ്വർഗത്തിൽ അള്ളാഹു എല്ലാവരെയും പ്രവേശിപ്പിച്ച് മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിൽ എന്ത് ചെയ്യും? പിന്നെയും സ്ഥലം ബാക്കിയായിരിക്കും. അള്ളാഹു തആല അതിനുവേണ്ടി പ്രത്യേകം സൃഷ്ടികളെ പടക്കും. അപ്പൊ സ്വർഗത്തിലും നരകത്തിലും നിറച്ച ആളുകൾ ഉണ്ടാകും. അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. وعن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال إنه ليأتي الرجل السمين العظيم يوم القيامة, ഖിയാമത്ത് നാളിൽ നല്ല തടിച്ച വണ്ണമുള്ള ആളുകൾ വരും. ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദ, അവർ അള്ളാഹുവിന്റെ അടുക്കൽ അഥവാ മീസാനിൽ ഒരു കൊതുകിന്റെ അത്ര പോലും ഭാരം ഉണ്ടാവുക, കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും ഭാരം ഉണ്ടാവുകയില്ല. അപ്പോൾ അഹ്ലുസുന്നത്തിന്റെ അഖീദ എന്താണ്? മീസാനിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മീസാൻ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? മീസാനിൽ നമ്മുടെ അമലുകളും തൂക്കും, അമലുകൾ എഴുതിയ രേഖയും തൂക്കും, അമൽ ചെയ്ത ഈ മനുഷ്യനെയും തൂക്കും എന്നാണ്. ഈ 3 രൂപത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ 3 ജംഅ ചെയ്തിട്ട് ഉലമാക്കൾ പറയുന്നത് ഈ 3 സംഭവിക്കും. അപ്പോൾ ആ വ്യക്തിയെ തൂക്കുമ്പോൾ തൂക്കം ഉണ്ടാവുക ദുനിയാവിൽ അവന്റെ തൂക്കത്തിനനുസരിച്ചല്ല. ദുനിയാവിൽ നല്ല തൂക്കമുള്ള ആൾ വരും. ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദ, ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും ഭാരം ഉണ്ടാവുകയില്ല. ഇതിന് മനസ്സിലാക്കാവുന്ന എന്താണ്? ദുനിയാവിലെ സ്ഥാനമാനങ്ങളൊന്നും അല്ല ആഖിറത്തിൽ ഉണ്ടാവുക. ഖാഫിളത്തുർ റാഫിഅ എന്നാണ് പരലോകത്തെക്കുറിച്ച്, ഖിയാമത്തിനെ കുറിച്ച് അള്ളാഹു പ്രയോഗിച്ചത്. ഖാഫിളത്തുൻ, ചില ആളുകൾ അത് അടിച്ച് താഴ്ത്തും. ദുനിയാവിൽ വലിയ സ്ഥാനത്തുണ്ടായിരുന്ന ആളുകളൊക്കെ താഴേക്ക് പോകും. റാഫിഅ, ദുനിയാവിൽ താഴേക്കിടയിൽ ഉണ്ടായിരുന്ന ആളുകളെ ഉയർത്തും, അമൽ കൊണ്ട് അള്ളാഹു അവരെ ഉയർത്തും. വഅൻഹു, അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന ഇംറഅതൻ സൗദാ കാനത് തഖുമുൽ മസ്ജിദ ഔ ഷാബൻ, ഒരു കറുത്ത പെണ്ണ് പള്ളി വൃത്തിയാക്കുമായിരുന്നു. ഔ ഷാബൻ, അല്ലെങ്കിൽ ഒരു യുവാവ്, ആണാണോ പെണ്ണാണോ എന്ന് ശക്കുണ്ട്, സംശയമുണ്ട്. അപ്പൊ എന്തായിരുന്നാലും പള്ളി അടിച്ചു വാരിയുന്ന ഒരാളുണ്ടായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി. ഫഫഖദഹ, അങ്ങനെ അവരെ കാണാതായി ഒരു ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചിട്ട് കാണുന്നില്ല. ഫസഅല അൻഹ, അവരെ കുറിച്ച് ചോദിച്ചു. ഫഖാലു, അപ്പോൾ സഹാബത്ത് പറഞ്ഞു, മാത, ആ വ്യക്തി മരിച്ചിട്ടുണ്ട്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ കുൻതും ആദൻതുമൂനി ബിഹി, ഈ വിവരം എന്നെ അറിയിച്ചുകൂടായിരുന്നോ? ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫകഅന്നഹും സഗ്ഗറു അംറഹ, അവര് ആ സ്ത്രീയുടെ കാര്യം നിസ്സാരമാക്കിയതുപോലെ തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. കാരണം പള്ളി അടിച്ചു വരുന്ന ഒരു പെണ്ണല്ലേ, അവർ മരിച്ചപ്പോൾ കഫൻ ചെയ്ത് അവർ മറമാടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചില്ല. വലിയ പ്രധാനപ്പെട്ട ആളൊന്നുമല്ലല്ലോ എന്നുള്ള നിലക്ക്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുല്ലൂനി അലാ ഖബ്രിഹി, അവരുടെ ഖബർ എനിക്ക് കാണിച്ചു തരൂ. ഫദല്ലൂഹു, അവർ കാണിച്ചു കൊടുത്തു. ഫസല്ല അലൈഹ, അവിടെ പോയിട്ട് മയ്യിത്ത് നമസ്കരിച്ചു. തുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ദുൽമതൻ അലാ അഹ്ലിഹ, ഈ ഖബറുകൾ ഇരുട്ടാണ്. വ ഇന്നല്ലാഹ അസ്സ വജല്ല യുനവ്വിറുഹാ ലഹും ബിസലാത്തി അലൈഹിം, എന്റെ നമസ്കാരം കൊണ്ട് അള്ളാഹു ആ ഖബറിൽ വെളിച്ചമുണ്ടാക്കും. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഈ ഹദീസ് എന്താണ് മനസ്സിലാക്കാവുന്നത്? ഈ പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും താഴേക്കിടയുള്ള ആളായിരിക്കും. അങ്ങനെയുള്ള ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവരെ കാണാതായപ്പോൾ അന്വേഷിച്ചു. അപ്പോൾ പാവപ്പെട്ട ഒരാളാണ്, മിസ്കീനാണ്, അല്ലെങ്കിൽ കൂട്ടത്തിൽ ദരിദ്രനാണ്, ദുർബലനാണ്. അതുകൊണ്ട് ഒരാളെയും അവഗണിക്കരുത്. നേരെ മറിച്ച് അവർക്ക് ദീനിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ, ഇപ്പം പള്ളി വൃത്തിയാക്കുക എന്നുള്ളത് ദീനിന് ചെയ്യുന്ന ഒരു ഖിദ്മത്താണ്. ദീനിനുള്ള ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സംസാരിക്കുകയും പ്രസംഗിക്കുകയും അതൊന്നുമല്ല. നേരെ മറിച്ച് അതിനേക്കാൾ എത്രയോ വലുതായിരിക്കും ചിലപ്പോൾ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഈ പള്ളി അടിച്ചു വരുന്നവൻ്റെ സ്ഥാനം അള്ളാൻ്റെ അടുത്ത്. കാരണം ഇഖ്ലാസ് നഷ്ടപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള ആളാണ് ഈ സംസാരിക്കുന്ന ആൾ. അവൻ്റെ പ്രശസ്തിയും സംസാരത്തിൻ്റെ ഭംഗിയും ഒക്കെ ഉദ്ദേശിക്കാൻ സാധ്യതയുണ്ട്, വലിയ സാധ്യതയുണ്ട്. നേരെ മറിച്ച് അടിച്ചു വരുന്നവന് ഇഖ്ലാസ് കൂടുതൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അല്ലാഹു ആലം, നമുക്കറിയില്ല ഓരോരുത്തരുടെയും ഖൽബ്. പക്ഷേ ദീനിന് എന്തെങ്കിലും ഒരു ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവന് വലിയ സ്ഥാനം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വകവെച്ച് കൊടുത്തിരുന്നു. വഅൻഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റുബ്ബ അശ്അസ അഗ്ബർ,
തല ജട പിടിച്ച, മുടിയൊക്കെ ജട പിടിച്ച, അക്ബർ പൊടി പിടിച്ച എത്രയോ ആളുകളുണ്ട്. മദ്ഫൂഉൻ ബിൽ അബ്വാബ്, വാതിൽക്കൽ നിന്ന് തള്ളപ്പെടുന്നവർ. ആരെങ്കിലും അടുത്ത് പോയി ഒരു ആവശ്യം ചോദിക്കാൻ വേണ്ടി പോയാൽ വാതിൽ തുറന്നു കൊടുക്കൂല ആളുകൾ. അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷെ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹ്, അവൻ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറഞ്ഞാൽ ആ സത്യം അള്ളാഹു നിറവേറ്റി കൊടുക്കും. വല്ലാഹി ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും? അവന് അത് നടപ്പിലാക്കി കൊടുക്കും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. അപ്പൊ ദരിദ്രന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മുഅ്മിനീങ്ങളായ ദരിദ്രന്മാരെ ആദരിക്കണം. അവരെ കൊണ്ട് ഈ ഉമ്മത്തിന് ഗുണമുണ്ട്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മത്തു ബിദുഅഫാഇഹ, ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നത് അതേ ദുർബലരെ കൊണ്ടാണ്. ബിസ്വലാത്തിഹിം വദുആഇഹിം വഇഖ്ലാസിഹിം, അവരുടെ ഇഖ്ലാസ് കൊണ്ട്, ദുആ കൊണ്ട്, അവരുടെ നമസ്കാരം കൊണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഭൗതികമായി കേവലം സബബുകളെ കുറിച്ച് മാത്രം ചിന്തിക്കരുത്. ഒരാൾ പള്ളിക്ക് നല്ല സഹായം ചെയ്യുന്ന ആളാണ് സാമ്പത്തികമായി, ചിലപ്പോൾ അയാളുടെ വരുമാനം ഹറാമായിരിക്കും, അയാൾക്ക് നമസ്കാരം ഉണ്ടാവില്ല, ദീനുമായിട്ട് ബന്ധമുണ്ടാവുകയില്ല. നേരെ മറിച്ച് ഒരാൾ 5 വക്ത് പള്ളിയിൽ 1-ാമത്തെ സൊഫിലുണ്ട്, അല്ലെങ്കിൽ എല്ലാ ഇബാദത്തുകളും അയാൾ മത്സരിക്കുന്നുണ്ട്, എല്ലാ ഇൽമിന്റെ സദസ്സുകളിലും പങ്കെടുക്കുന്നുണ്ട്, അയാളുടെ മക്കളെ അയാൾ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അയാൾക്ക് ദുനിയാവ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അയാളെ നമ്മൾ മോശമായി കാണരുത്. നമുക്ക് സ്ഥാനം, നമ്മൾ ഒരാളെ അടുപ്പിക്കുന്നത്, ബഹുമാനിക്കുന്നത് അത് ദീനിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതാണ് ഈ ബാബിന്റെ ഉദ്ദേശം. അടുത്ത ഹദീസ് ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുംതു അലാ ബാബിൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ വാതിൽക്കൽ പോയി നിന്നു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയ സമയത്ത് സ്വർഗവും നരകവും കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ പ്രവേശിച്ച് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന സ്വർഗത്തിലെ വൃക്ഷത്തിന്റെ അടുക്കൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുണ്ട്. ഫൈദ ആമ്മതു മൻ ദഖലഹൽ മസാകീൻ, അപ്പോൾ അതാ സ്വർഗത്തിൽ പ്രവേശിച്ചതിൽ ഭൂരിപക്ഷവും മിസ്കീന്മാരാണ്, അധികവും മിസ്കീന്മാരാണ്. വഅസ്ഹാബുൽ ജദ്ദി മഹ്ബൂസൂൻ, പണക്കാരൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് ഹിസാബ് കൂടുതലായിരിക്കും, അവരുടെ പണത്തിന്റെ ഒക്കെ കണക്ക് കാണിക്കേണ്ടി വരും. ഗൈറ അന്ന അസ്ഹാബിൻ നാരി ഖദ് ഉമിറ ബിഹിം ഇലൻ നാർ, നരകാവകാശികളെ നരകത്തിലേക്കും പറഞ്ഞയച്ചിട്ടുണ്ട്. വഖുംതു അലാ ബാബിൻ നാർ, അങ്ങനെ നരകത്തിന്റെ വാതിൽക്കൽ ഞാൻ പോയി നോക്കി. ഫൈദ ആമ്മതു മൻ ദഖലഹൻ നിസാ, അതിൽ പ്രവേശിച്ചിട്ടുള്ളതിൽ ധാരാളം സ്ത്രീകളെയാണ് ഞാൻ കണ്ടത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ ഇത് പണക്കാർക്കും സ്ത്രീകൾക്കുള്ള ഒരു താക്കീതിലുണ്ട്. എന്താണ്? പണക്കാർക്ക് അവരുടെ പണം ഹറാമിലൂടെയാണോ ഹലാലിലൂടെയാണോ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കണം. ഹലാലിലാണോ ഹറാമിലാണോ അത് ചെലവഴിക്കുന്നത് എന്ന കാര്യം ചിന്തിക്കണം. അതുപോലെ സ്ത്രീകൾ അവരുടെ അടുത്ത് നിന്ന് സാധാരണ സംഭവിക്കുന്ന തെറ്റുകൾ, നന്ദികേട്, അതുപോലെ തന്നെ ശാപവാക്കുകൾ, നാവ് കൊണ്ടുള്ള തെറ്റുകൾ എല്ലാവരും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ മിസ്കീന്മാരുടെ ഒരു ഫضലും ഈ ഹദീസിനെ മനസ്സിലാക്കാം. ആമ്മത്തു അഹ്ലിഹൽ മസാക്കീൻ, സ്വർഗത്തിൽ കൂടുതലും മിസ്കീന്മാരാണ് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊരേ സമയം മിസ്കീനായ ഒരാൾക്ക് ഒരു സമാധാനവും ആശ്വാസവുമാണ്, അതേസമയം അവരെ ആദരിക്കാനുള്ള നമുക്കൊരു പ്രോത്സാഹനവുമാണ്.